ഇപ്പോൾ ഇറാനെ ഭസ്മമാക്കുമെന്നുള്ള മട്ടിലാണ് ഇസ്രായേലും അമേരിക്കയും ഒരുമ്പിട്ടിറങ്ങി പടപ്പുറപ്പാടുമായിട്ട് കപ്പലുകളും എല്ലാം വിന്യസിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ പക്തൂൺ മേഖലയിൽ ഇരുന്നു കൊണ്ട് മിസൈൽ വിന്യസിച്ച് അവിടുത്തെ അയത്തുള്ള ഖമൈനിയെ, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തെയും കുട്ടികളെയും അതുപോലെ ഭാര്യയെയും ഉൾപ്പെടെ നശിപ്പിച്ച് കളഞ്ഞത്. ഒരുപടി ചാരമായി ഉടൻ തീരും, റിഷീം ചേഞ്ച് ഉണ്ടാവും, പുതിയ ഭരണാധികാരി, തനിക്കിഷ്ടപ്പെട്ട ഭരണാധികാരി വെനസ്വേലയിലെ പോലെ അധികാരത്തിൽ വരും എന്നുള്ള ആ വ്യാമോഹങ്ങളുമായിട്ടാണ് തുടങ്ങിയതെങ്കിലും യുദ്ധത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഇന്നിപ്പോൾ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും. നമ്മളിപ്പോൾ ഒരു ആംഗിൾ കാണുന്നത്, അവിടെ ഒരു വീക്ഷണകോണം, ഇറാനിന് എന്തായിരിക്കും സംഭവിക്കുന്നത്. ഇതുവരെ ചെറുത്തു നിൽക്കുന്നുണ്ട്, അവർ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നുണ്ട് കരുത്തോടെ വീര്യത്തോടെ. പക്ഷേ നാളെ എന്തായിരിക്കും സംഭവിക്കുന്നത്, അത് വലിയ ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണത്. ഇറാനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഗൾഫ് രാജ്യങ്ങളുടെ മുഴുവൻ ഒരു ആശങ്കയാണ്. മാത്രമല്ല അത് ലോകത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഗൾഫിൽ ജീവിക്കുന്ന, ഗൾഫിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മലയാളികളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ തന്നെയാണ്. എൻ്റെ ഒരു ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്, ഇറാനിൽ വല്ലാത്തൊരു ഘട്ടത്തിൽ, ഇറാനിലിപ്പോൾ ആയത്തുള്ള ഇദ്ദേഹത്തിൻ്റെ ഖാംനെയി കൊല്ലപ്പെട്ടു, കുടുംബസമേതം കൊല്ലപ്പെട്ടു എന്നത് മാത്രമല്ല അവിടുത്തെ ക്രൈസിസ്. ആ ക്രൈസിസ് രൂക്ഷമാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നേ ഉള്ളൂ. ഖാംനെയി എത്രയോ കാലമായിട്ട് തന്നെ, അപ്പോൾ ഈ യുദ്ധം തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് തന്നെ വലിയ സുരക്ഷയിൽ, നമ്മൾ എന്താണ് പറയുക, ബങ്കർ അല്ലേ പറയുന്നത് അല്ലേ, മരുഭൂമിയിൽ, അപ്പോൾ അങ്ങനെയുള്ള സുരക്ഷയിലൊക്കെ കഴിഞ്ഞ ഒരാളാണ്. കാരണം അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ സാഹചര്യം ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ നമ്മൾ മറ്റു രാജ്യങ്ങളിലും എന്നതുപോലെ ഒരു പ്രയോഗം നടപ്പിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു ഡീപ്പ് സ്റ്റേറ്റ് അവിടെ ഉണ്ട്. അവിടെ വലിയ തോതിൽ ഇറാൻ ഇപ്പോൾ ഈ 1979 വിപ്ലവം നടന്നു. അവിടെ ഒരു ഷിയ ഭരണകൂട അധികാരത്തിൽ വന്നു. അന്ന് മുതൽ അവിടെ പ്രതിഷേധമുണ്ട്. പക്ഷെ പലപ്പോഴും പ്രതിഷേധം പുറത്തറിയാറില്ല. ഒരിക്കൽ പ്രതിഷേധിച്ചവനെ പിന്നെ ലോകം കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത് സ്വാഭാവികമായിട്ട് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയാണ്. മനുഷ്യന് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ, വിശ്വാസങ്ങളോട് വിയോജിക്കാൻ. ഷിയായിസത്തോട് വിയോജിക്കുന്ന സുന്നിയെ പുറം ലോകം കാണൂല. അപ്പോൾ അത്തരത്തിൽ കടുത്ത മതഭീകരവാദത്തിൻ്റെ ഒരു ഭരണം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇനി അവരുടെ നോംസൊക്കെ പാലിച്ചുകൊണ്ട് ഇറാൻ സിനിമ സാറുണ്ട്, മക്ബൂൽ ബഫൊക്കെ ലോകത്തിലെ നല്ല സിനിമകൾ അവർ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും ആ നോംസൊക്കെ പാലിച്ചുകൊണ്ടാണ്. ഒരു ക്യാമറയിൽ എന്ത് പതിയണ്ടാൻ തീരുമാനിക്കുന്നതിൽ പോലും ഭരണകൂടത്തിൻ്റെ നിഷ്ഠകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ നിലനിന്ന് വന്നത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം വലിയ തോതിലുണ്ട് അവിടെ. ഒരു പെൺകുട്ടി ഓർമ്മയില്ലേ, ഹഫ്സാമീൻ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ആ കുട്ടി കൊല്ലപ്പെട്ടതിന് എന്തുമാത്രം പ്രതിഷേധം ഉണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച ഇനി എന്ത് സംഭവിക്കും? അതിന് എളുപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പ്രശ്നം മറ്റ് രാജ്യങ്ങളെപ്പോലെ ഒരു വൺ ലെയർ ഗവൺമെൻറ് അല്ല ഇറാനിൽ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മതരാഷ്ട്രമാണ് ഇറാൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ പ്രശ്നം ഈ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. മതത്തിൻ്റെ തലവനെ തിരഞ്ഞെടുക്കുന്ന ഒരു സമാന്തര ഭരണകൂടമുണ്ട്. അതിനാണ് ഈ മതസമിതി. 88 പേരുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ നിയമം എന്താണെന്നറിയോ, അതിൻ്റെ യോഗ്യത എന്താണെന്നറിയോ, മതത്തിൽ സനത് ഡിഗ്രി വേണം. എന്ന് വെച്ചാൽ ഇസ്ലാമിക് ജൂറിസ്പ്രൂഡൻസിൽ ശരീഅത്ത് പാസ്സായ മൗലാനമാരുടെ, അതായത് കൃത്യമായ അവരുടെ ഏത് ശരീഅത്ത്, പൊതു ശരീഅത്തല്ല, ഷിയ ശരീഅത്തിൽ ഷുറാ കൗൺസിൽ എന്ന് പറയും. അതിനകത്ത് 88 പേരുണ്ട്. ആ 88 പേരാണ് ഇനി അടുത്ത ഖാംനെയുടെ അനന്തരാവകാശിയെ തിരഞ്ഞെടുക്കേണ്ടത്, അടുത്ത ഫോളോവർ തിരഞ്ഞെടുക്കേണ്ടത്. അവരാ ഈ 88 പേര്. അന്തിമമായി എന്ന് പറഞ്ഞാൽ ഏറ്റവും സുപ്രീം പവർ ഈ ഖാംനെയി ആണല്ലോ, അല്ലെങ്കിൽ ഖുമൈനിയാണ്. ഖുമൈനിക്ക് ശേഷം ഖാംനെയി. അത് തിരഞ്ഞെടുക്കുന്നത് ഇവരാ, ഈ 88 പേരുള്ള മുല്ലമാരുടെ, എന്ന് വെച്ചാൽ മൗലാനമാരുടെ സഭയാണ് മതസഭ അന്തിമമായി. എന്നാൽ ഈ മതസഭയ്ക്ക് കീഴിൽ അവിടെ ജനാധിപത്യം ഉണ്ട്. അതേതാണ്? ജനസഭയാണ്. 190 പേരോ മറ്റോ ഉണ്ട് പാർലമെന്റിൽ. അത് സാധാരണ ജനങ്ങൾ തിരഞ്ഞെടുക്കും. ഇതിന് വ്യത്യാസമുള്ളത് എനിക്ക് തോന്നുന്നത്, ഈ മതസഭയ്ക്ക് 8 കൊല്ലാണ് കാലാവധി. 8 കൊല്ലം 8ആണ്. അതായത് മൗലാനമാര്, മതപണ്ഡിതന്മാർ തിരഞ്ഞെടുക്കുന്ന സഭയ്ക്ക് 8 കൊല്ലം കാലാവധി ഉണ്ട്. 88 അംഗങ്ങളുണ്ട് അതിനകത്ത്. 8 കൊല്ലം കാലാവധി ഉണ്ട്. ഓരോ 8 കൊല്ലവും കൂടുമ്പോൾ അതിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും. അവരെ 8 കൊല്ലം നിലനിൽക്കും. അതിനിടയിൽ 2 തവണ 4 കൊല്ലമാണ് പാർലമെന്റ് സഭ. അപ്പൊ എന്ന് വെച്ചാൽ 2 പാർലമെന്റിനെ തെരഞ്ഞെടുക്കുന്നത് ഇവരായിരിക്കും, അവര് ഉള്ളപ്പോ. മനസ്സിലായില്ലേ? അതിനാണ് ഈ പറയുന്ന സാധനം. ഇവരുടെ കീഴിലാണ് ഇത് വരിക. ഏത്? അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ വരിക.
അവരാണ് തീരുമാനിക്കുക ജനസഭയിലേക്ക് ആരൊക്കെ മത്സരിക്കാൻ പാടില്ല എന്ന് സുപ്രീം പറഞ്ഞാൽ ഭയങ്കര സങ്കീർണമാണ്. സുപ്രീം അപ്പോ കൗൺസിൽ 4 കൊല്ലം കൂടുമ്പോൾ ജനസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് 190 അംഗങ്ങളുണ്ട്. 190 അല്ല 1000 പേരുണ്ടായിട്ടും കാര്യമില്ല. ആ സഭയ്ക്കകത്ത് എന്ത് തീരുമാനിക്കണം എന്ന് അന്തിമമായി തീരുമാനിക്കുക ആരാണ്? ഈ പണ്ഡിത സഭയാണ്, മതസഭയാണ്. മാത്രമല്ല മതസഭയുടെ തലവനാണ് രാഷ്ട്രത്തിന്റെ തലവൻ. അപ്പൊ ഇത് ഭയങ്കര സങ്കീർണമാണ്. ഞാനൊരു കാര്യം സാറിനോട് ചോദിക്കട്ടെ, അതും ഒരു വിദ്യാർത്ഥിയുടെ സംശയമാണ്. നമ്മളിപ്പോൾ ബ്രിട്ടൻ, അവിടെ ക്യൂനില്ലേ, ഒരു ക്യൂനാണ് കാര്യങ്ങൾ ഏറ്റവും അന്തിമമായിട്ട് തീരുമാനിക്കുക. അവരുടെ അംഗീകാര പരമാധികാരി ആൻഡ്രൂ രാജകുമാരനെ പുറത്താക്കി എന്തിനാ രാജകുടുംബത്തിൽ നിന്ന് ഈ കാര്യം. അപ്പം വളരെ ഡെൻമാർക്ക് അതുപോലെ രാജാവുള്ള പല രാജ്യങ്ങളും യൂറോപ്പിൽ തന്നെ ഉണ്ട്. നമുക്ക് കാലഹരണപ്പെട്ട ഒരു വ്യവസ്ഥിതി അവിടെ തന്നെ പലപ്പോഴും ഉണ്ട്. അവരെല്ലാം പ്രതിജ്ഞ ചെയ്യുന്നത് ബൈബിള് തൊട്ടുകൊണ്ടാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. മതത്തിൻ്റെ ഒരു സ്വാധീനം അവിടെയുണ്ട്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ഷിയ വംശക്കാരുടെ ഈ ലോകമെമ്പാടും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിലെ ഒരു ന്യൂനപക്ഷത്തിന്റെ ഗവൺമെന്റിനെ, അവരുടെ വംശത്തെ നിലനിർത്താൻ അവർക്ക് ഇങ്ങനെ ഒരു സംരക്ഷണ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് അങ്ങനെ സംവിധാനം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ ഒരു ഘടനയെ, ഗവൺമെന്റിനെ, ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, വെനിസുലയെ അട്ടിമറിച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ട് മഡുറോയെ കടത്തിക്കൊണ്ട് പോയതുപോലെ എളുപ്പമല്ല, നടപ്പില്ല. ഇറാനിലെ ഈ ഘടന സ്ട്രക്ചർ ഭയങ്കര സങ്കീർണമാണ്. ഒന്നിനെ മാത്രം അടർത്തിയെടുത്തിട്ട് ഒരു ഭരണാധികാരിയെ കടത്തിക്കൊണ്ട് പോയാൽ നടക്കില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. സങ്കീർണമാണ് ആ ജനാധിപത്യം. ഇറാനിൽ ജനാധിപത്യം ഉണ്ടോ എന്ന് വെച്ചാൽ ജനാധിപത്യം ഉണ്ട്. സാധാരണ ജനാധിപത്യത്തെക്കാൾ സങ്കീർണമാണ്. എന്ന് വെച്ചാൽ ഒന്ന് മതാധിപത്യത്തിന് അതിൻ്റെതായ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിന്റെ ഘടന. ജനാധിപത്യത്തിനും മുകളിൽ മതാധിപത്യം, അതാണ് അതിന്റെ സ്ട്രക്ചർ. പ്രശ്നം അത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ യൂറോപ്യൻ രാജ്യങ്ങൾ പലയിടത്തും പേരിനെങ്കിലും അതുണ്ടെന്ന് പറയാം. ഇത് പക്ഷെ പേരിനല്ല, അന്തിമമായ അധികാരം അവർക്കാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ജനാധിപത്യത്തിന്റെ നിയമങ്ങളും ഉണ്ട്. ഇവർക്കതല്ല. ഇവരുടെ നിയമം ഈ ശരീഅത്തിൻ്റെതാണ്. നിയമമാണെങ്കിൽ തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനൊക്കെ വ്യാഖ്യാന വ്യത്യാസങ്ങൾ ഒരു അനവധി ഉണ്ട് സാർ. ഷിയ വ്യാഖ്യാനങ്ങളൊക്കെ തെറ്റാണെന്ന് പറയുന്നവരാണ് മഹാഭൂരിപക്ഷം സുന്നി പണ്ഡിതർ. അതുകൊണ്ട് ആ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇപ്പൊ അവിടെ നടക്കുന്ന 2 കാര്യമാണ്. ഒന്ന്, 2-3 ഓപ്ഷനാണ് ഇപ്പൊ ഇറാന്റെ മുമ്പിലുള്ളത്. ഒന്ന്, അവിടെ കലാപം നടത്തുന്നത്, കൃത്യമായിട്ടും ആ കലാപത്തിന്റെ പിന്നിൽ അമേരിക്ക ഉണ്ട്, നമുക്ക് ന്യായമായും സംശയിക്കാം. അത് അത്തരം വാർത്തകളും വന്നിട്ടുണ്ട്. അമേരിക്കക്ക് വേണ്ടത് പഴയ റിസ പഹ്ലവി ഉണ്ടായിരുന്നല്ലോ, ഷാ പഹ്ലവിയുടെ മോൻ ഇറാനിലെ ഷാ എന്നറിയപ്പെടുന്ന അദ്ദേഹം, പഴയ ഷാ കൊല്ലപ്പെട്ടത് ഈജിപ്തിൽ വെച്ചാണല്ലോ. അദ്ദേഹത്തിന്റെ പുത്രൻ ഇപ്പൊ അമേരിക്കയിലുണ്ട്, റിസ പഹ്ലവി. അവനെ കൊണ്ടുവന്ന് പൈലറ്റാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഭരണാധികാരിയാക്കണം എന്നതാണ് ഒരു ഗ്ലോബൽ പ്ലാൻ, എന്ന് വെച്ചാൽ ഒരു അമേരിക്കൻ പ്ലാൻ. ഇയാൾ ആഗ്രഹം പ്രകടിപ്പിച്ചു, പക്ഷെ ട്രംപ് അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോ എന്താണ് അല്ലേ? അതെ, ഇപ്പൊ ഈ രാജകുമാരനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തെ ഒരു കെയർ ടേക്കർ ആയിട്ടൊക്കെ വെക്കാൻ അല്ലാതെ പ്രൈം മിനിസ്റ്റർ ആക്കാനുള്ള പദ്ധതി ആവണമെന്നില്ല. അതാണ് ഒരു അജണ്ടയുള്ള ഒന്നാമത്തെ ഒരു സാധ്യതയാണ്. അത് സാധ്യമാണോ? അത് സാധ്യമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ്. ഇപ്പൊ അവിടെ ഈ കലാപം കൂട്ടിയ കലാപകാരികളൊക്കെ തന്നെ റിസയുടെ പേര് പറഞ്ഞിരുന്നു, റിസയുടെ ചിത്രം കാണിച്ചിരുന്നു. റിസയാണ് ഇവരുടെ ഒരു ആവേശം. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് സാർ. ഇപ്പോ റഷ്യയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറയാറുണ്ടല്ലോ, റഷ്യ സോവിയറ്റ് യൂണിയന്റെ കാലത്തേക്കല്ല തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത്. പുട്ടിന്റെ അജണ്ട സോവിയറ്റ് യൂണിയന് മുമ്പുള്ള ഒരു കാലമുണ്ട്, അതാണ് അവരുടെ സുവർണകാലം. പീറ്റർ ചക്രവർത്തിയുടെ കാലം, പീറ്റർ ചക്രവർത്തിയുടെ കാലത്തേക്ക് തിരിച്ചു പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുപോലൊരു അജണ്ട ഇറാനിലുണ്ട്. ഒരു പുതിയ ജനത, നമുക്ക് ഈ 79-ലെ വിപ്ലവത്തിൽ വന്ന മതഭരണകൂടം വേണ്ട, നമുക്ക് പഴയ ഷാ പഹ്ലവിയുടെ രാജഭരണം മതി എന്നൊരു വാദമുണ്ട്. അപ്പൊ അത് വിജയം കാണുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇപ്പോ നിലവിലുള്ള സ്ട്രക്ചർ തകർക്കാൻ എളുപ്പമല്ല. ആ സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് വേണമെങ്കിൽ എന്ത് വേണം? മതഘടനയ്ക്ക് തലവൻ വേണം, സുപ്രീം കമാൻഡർ വേണം. എന്ന് പറഞ്ഞാൽ ഒരു ആയത്തുള്ള കാംനെയി രണ്ടാമത് വരണം. കാംനെയ്ക്ക് ബദലാര്? അടുത്ത ചോദ്യം അതാണ്. 2 പേരുകളാണ്, അല്ലെങ്കിൽ 2 പക്ഷമാണ് അക്കാര്യത്തിൽ കാണുന്നത്. ഒന്ന് കുമൈനിയുടെ പക്ഷവും, മറ്റൊന്ന് കാംനെയുടെ പക്ഷവും. കുമൈനിയുടെ പക്ഷം എന്ന് പറഞ്ഞാൽ കുമൈനിയുടെ മക്കള്, ഈ ഹസൻ കുമൈനി അവിടുത്തെ ഒരു തിരുത്തൽവാദിയാണ്, ഇവരുടെ കണ്ണിലെ കരടാണ്. അത് സാറ് നേരത്തെ പറഞ്ഞ പോലെ കുമൈനിയുടെ മോനായതുകൊണ്ട് മാത്രം ബാക്കിയായതാണ് എന്നാ എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അച്ഛനുണ്ടായിരുന്നല്ലോ ആയത്തുള്ള റൂഹുള്ള കുമൈനി, അദ്ദേഹം എന്തായിരുന്നു മുതല്? അദ്ദേഹത്തെ വെച്ച് നോക്കുമ്പോ ഇങ്ങനെ ഒന്നുമല്ല, ഇപ്പൊ മരിച്ചു അയാളൊന്നുമല്ല, എന്തായിരുന്നു മുതല് ഈ ആയത്തുള്ള റൂഹുള്ള അല്ല. അദ്ദേഹത്തിന്റെ സപ്പോർട്ടോട് കൂടിയാണല്ലോ അമേരിക്കൻ എംബസി സ്റ്റാഫിനെ പിടിച്ചിട്ട് 444 ദിവസമാണ്. മാത്രമല്ല ഈ ആയത്തുള്ള റൂഹുള്ള ഖൊമൈനി ഉള്ള സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ബെൻസാദർ എന്ന് പറഞ്ഞിട്ട് ഒരാളായിരുന്നു അവിടുത്തെ അന്ന് പ്രസിഡന്റ്.
അങ്ങേരെ എന്തൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ഈ ഖൊമൈനി പറയുന്നതിനപ്പുറം ഈ എംബസി സ്റ്റാഫിനെ പിടിച്ചു വെച്ചതിനൊക്കെ പറ്റി എന്തോ പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആയത്തുള്ള റൂളുള്ള ഖൊമൈനിയുടെ ഭാവം മാറി. ഇത് ബെൻസദറിന് മനസ്സിലായ പാടെ അപ്പൊ തന്നെ ഫാമിലിയും കുട്ടി അങ്ങേര് നാട് വിട്ടു ഭൂമിയിൽ ഉണ്ടാവില്ല, ഫ്രാൻസിൽ പോയി അഭയം തേടി. അതാണ്ടായത്. അപ്പൊ ഇത് എന്റെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ കുറെ കൂടി ബെറ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോ ഒരു സിസ്റ്റത്തിനകത്താണ് സാർ ഈ പറയുന്ന റിഫോർമേഷൻ വരേണ്ടത്. ഇപ്പൊ അമേരിക്കൻ പിന്തുണയോടുകൂടി അവിടെ റിസ പഹ്ലവി വന്ന് അധികാരത്തിൽ വന്നാൽ ആ ജനം വീണ്ടും പ്രക്ഷുബ്ധരാകും, പ്രൊവോക്ഡ് ആകും, ഒരിക്കലും അവിടെ സമാധാനം വരില്ല. ഒരു സിസ്റ്റം ചേഞ്ച് വരേണ്ടത് അതിനുള്ളിൽ നിന്നാണ് റിഫോർമേഷൻ വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ എളുപ്പം ഇപ്പൊ ഈ ഹസൻ ഖുമൈനി ഉണ്ടല്ലോ, ഹസൻ ഖുമൈനിയെ സുപ്രീം പദവിയിലേക്ക് ഈ ഭരണകൂടത്തിൽ ഭൂരിപക്ഷത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് കേട്ടോ. അതിനും വേണം 50% ഭൂരിപക്ഷം വേണം. 88-ൽ 44 പേര് പിന്തുണക്കണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന്റെ സ്റ്റാറ്റിക്സ് നമ്മുടെ കയ്യിൽ ലഭ്യമല്ല, എത്രത്തോളം പേര് പിന്തുണക്കുന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായിരിക്കും പോസിറ്റീവായ കാര്യം. ഇപ്പുറത്ത് ഈ കൊല്ലപ്പെട്ട കാംനയുടെ പുത്രൻ മുജ്തബ ഭീകരമായിരിക്കും, ഉഗ്രപ്രതികാരത്തോടു കൂടിയായിരിക്കുമല്ലോ തീർച്ചയായിട്ടും അങ്ങോട്ടുള്ള ഗവൺമെന്റ്. കാരണം അവർക്ക് ഒരൊറ്റ എയിമേ ഉണ്ടാവുള്ളൂ, അച്ഛനെ കൊന്ന അല്ലെങ്കിൽ ആത്മീയ നേതാവിനെ കൊന്നതിന് ലോകമെങ്ങും പ്രതികാരം ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടിയുള്ള ഈ പട്ടാളം ഉണ്ടല്ലോ, ഈ പ്രോക്സി വാറുകൾ എല്ലായിടത്തും ഭീകരമായിട്ട് ഇറങ്ങും. അത് നമ്മൾ കാണുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല സർ, ഈ യുദ്ധത്തിന് വംശീയ സ്വഭാവം ഉള്ളതുകൊണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഷിയാക്കളുണ്ട്. സാറ് പോയിടത്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. ഇപ്പൊ രാസ്താനുരയിൽ, ഇപ്പൊ സൗദി അറേബ്യയിലെ രാസ്താനുരയിൽ തന്നെ കൃത്യമായിട്ട് തെരഞ്ഞെടുത്തിട്ട് അവിടുത്തെ അരാംകോ മാത്രം ആക്രമിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ആ ഖത്തീഫ് മേഖല, എനിക്കവിടെ അറിയാവുന്ന ഖത്തീഫ് മേഖല ഷിയാക്കൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലം. ചാവുന്നെങ്കിൽ കുറച്ച് ഷിയാക്കള് പോയിക്കോട്ടെ എന്നുള്ള മട്ടിലാണത് ഞാൻ പറയുന്നത്. ഇതിന്റെയൊക്കെ ഒരു അല്ല, ഇറാനല്ലേ അവിടെ വിക്ഷേപണം ഞാൻ പറയുന്നത്. ഷിയാക്കളെ കൊല്ലണമെന്ന് അവർക്ക് അല്ല, ഷിയാക്കളെ കൊല്ലണമെന്നല്ല, അവരുടെ കൂടി ശത്രുത നേരത്തെ രാസ്താനുരയിലെ അരാംകോ കമ്പനിക്ക് ഉണ്ട്. അവരുടെ കൂടി ആഗ്രഹപ്രകാരം നടക്കുന്നു ഞാൻ പറയുന്നത്. ആഗ്രഹപ്രകാരം നടക്കും, അവരെ കൊല്ലുന്നു ഞാൻ പറയുന്നത്. അവരുടെ കൂടി ആഗ്രഹപ്രകാരം കഴിയുന്നത്ര അമേരിക്കൻ ക്യാമ്പുകൾ തീരട്ടെ എന്ന വാദം. അപ്പോ ചുരുക്കത്തില് ലോകമെങ്ങും ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഷിയാക്കളുണ്ട് സർ. പാകിസ്ഥാനിൽ ഇപ്പൊ ഈ കലാപം നടക്കുന്നുണ്ട്, കേരളത്തിലുണ്ടല്ലോ, പാകിസ്ഥാനിലുണ്ട്, കാശ്മീരിലുണ്ട്, ഇന്ത്യയിൽ കേരളത്തിലുണ്ട്, സിറിയയിലുണ്ട്, ഇറാഖിൽ ഏതാണ്ട് 35-36% മെജോറിറ്റി അവരാണ്. പലരും സദ്ദാം ഹുസൈൻ സുന്നിയായിരുന്നു, പക്ഷെ മെജോറിറ്റി ഷിയാണ്. അവരുടെ ഒരു സംഘം ഇപ്പോഴും ഉണ്ട്. ഈ ഇറാന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായ ഒരു സംഘമുണ്ട്. അവർ ആക്രമണവും തുടങ്ങിയിട്ടുണ്ട്, പ്രതികാരം തുടങ്ങിയിട്ടുണ്ട് അവര്. അപ്പൊ ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, ആഗ്രഹിക്കാവുന്ന ഒരു നല്ല കാര്യം എനിക്ക് തോന്നുന്നു, ഇറാന്റെ സിസ്റ്റം തകരാതെ ഇറാൻ അകത്ത് റിഫോമിസ്റ്റുകളായ ആളുകളുടെ ഒരു മൂവ്മെന്റ്, ഇപ്പൊ ഈ ഹസൻ ഖുമൈനിയെ പോലുള്ള ആളുകൾ വന്നാൽ അതായിരിക്കും ലോകത്തിന് കുറെ കൂടി അഭികാമ്യം. ഈ ഘട്ടത്തിൽ ഇറാന് നല്ലതാണ്, ലോക സമാധാനത്തിന്. അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഒരു ചോദ്യം കൂടെ. ഈ 1979 വിപ്ലവത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് ബസാറുകളാണ്. ഖൊമൈനിമാരെ സഹായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഖൊമൈനിയെ പിന്തുണച്ചിരുന്നു അവർ. പക്ഷെ അവസാന കാലത്ത് അവർ പരിഷ്കരണവാദികളുടെ ഒപ്പമായി. ഖൊമൈനിക്കെതിരെയുള്ള സ്ത്രീകളും ഒക്കെ നടത്തിയ പ്രകടനം ഉണ്ടല്ലോ, ആ പ്രകടനങ്ങളെ സഹായിച്ചിരുന്നു ബസാറികൾ. 45% അവരെ കച്ചവടമൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, വ്യാപാരികൾ അല്ലേ. ഈ 1979 റവല്യൂഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരുടെ കൂടെയായിരുന്നു, ഈ ഖൊമൈനിയുടെ, അതായത് മതതീവ്രവാദികളുടെ കൂടെ സപ്പോർട്ട് ചെയ്യായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഇവിടെ കോളേജുകളിലെ SFIക്കാർ സമരം ചെയ്യുമായിരുന്നു. ഏത് ഖൊമൈനിക്ക് എന്നുള്ളത് കഴിഞ്ഞിട്ട് അമേരിക്കൻ അവർക്കെതിരെ എനിക്ക് ക്ലാസ്സിൽ പോയിട്ട് അപ്പൊ സമരം SFIയുടെ സമരം എന്ന് പറഞ്ഞു പോയി. അപ്പൊ അവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖൊമൈനി അധികാരത്തിൽ, ആയത്തുള്ള റൂഹുള്ള ഖൊമൈനി അധികാരത്തിൽ വന്നിട്ട് ആദ്യം ചെയ്ത നടപടികളിൽ ഒരു നടപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, അവിടുത്തെ 2-3 സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും കൊന്നു നിരത്തിയിട്ട് ആരോ പറഞ്ഞത് ഈ ഹോട്ടലുകളിൽ നമ്മുടെ അയിലയും മത്തിയൊക്കെ വറക്കാനായിട്ട് നിരത്തിയിട്ടായിരുന്നു, ഒക്കെ ഇതിനെ നിരനിരയായിട്ട് നിരത്തിയിട്ടൊക്കെ ആയിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റുകാരെ എവിടെ പോയിട്ട് ഈ ടെററിസത്തെയും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യും. കമ്മ്യൂണിസ്റ്റുകാർ ആദ്യം പഠിക്കേണ്ട ഒരു പാഠം, ഏത് വോട്ട് ബാങ്കിന്റെ പേരിലായാലും ഇസ്ലാമിക തീവ്രവാദികളെ പിന്തുണച്ചാൽ ഉറപ്പിച്ചോളുക, അവർക്ക് അധികാരം കിട്ടുന്ന ആദ്യത്തെ ദിവസം കൊല്ലുന്നത് കമ്മ്യൂണിസ്റ്റ്. അതേപോലെ സദ്ദാം ഹുസൈൻ മരിച്ചപ്പോ ഭയങ്കര സങ്കടമായിരുന്നല്ലോ. സദ്ദാം ഹുസൈൻ ഇറാഖില് ഈ കമ്മ്യൂണിസ്റ്റുകാരെ ബോധ്യം ഇല്ലാത്തത് ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ്. അതെന്തോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ലോകത്തിൽ നിന്നും അവർ പഠിക്കും. കൺവിക്ഷൻ ഇല്ലാത്ത വെറും മതപ്രീണനമാണ്, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു
തീർച്ചയായിട്ടും ഇറാന് നല്ലത് വരട്ടെ. ഇറാനിലെ ജനതക്ക് സമാധാനം കാംക്ഷിക്കുന്നവർ അവിടെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അവർക്ക് നല്ലത് വരട്ടെ. ഒരു കാര്യം കൂടെ ഉണ്ട്, സാംസ്കാരികമായിട്ട് വളരെ ഐക്യമുള്ളതാണ്. പെരസ് രാജാവിൻ്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ആദ്യമായിട്ട് ജയിലിലുള്ള തടവുപുള്ളികളെ വിട്ടുകൊടുത്തുകൊണ്ട് സ്ഥാപിച്ച പെരസ് ചക്രവർത്തി അവിടുത്തുകാരനാണ്. അതുപോലെ തന്നെ നമ്മളുമായിട്ട് വളരെയധികം ഐക്യം പണ്ട് കാലം മുതലേ ഉള്ള ഒരു രാജ്യമാണ് ഈ പേർഷ്യ എന്ന് പറയുന്നത്. വലിയ ഐക്യം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അവിടുന്ന് വന്ന ടാറ്റ അല്ലേ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഏറ്റവും വലിയ സംഭാവന. എല്ലാ മേഖലയിലും അൾട്ടിമേറ്റ് ടാറ്റ, ഈ രത്തൻ ടാറ്റ, JRD ടാറ്റ, ജാംഷുദ്ജി ടാറ്റ, അതേപോലെ മനക്ഷ, ഫീൽഡ് മാർഷൽ ഗോദ്രേജ്, പിന്നെ സുബിൻ മേത്ത, പാൽക്കിവാല, ഈ പറഞ്ഞ അൾട്ടിമേറ്റ് ഓരോ ഫീൽഡിലുള്ള ഒരു പാർസികളാണ് അവര്. ഇന്ത്യയുടെ നിധികളാണ് അവര്. ശരിക്കും പറഞ്ഞാൽ അതാണല്ലോ, പാർസിയാണല്ലോ അവരുടെ പേർഷ്യൻ ഭാഷയും അതാണ്. ഈവൻ നമ്മളെ കൾച്ചറലി ഈ ആര്യൻ എന്ന് പറയുന്ന ആര്യൻ വംശജരാണ് എല്ലാ അർത്ഥത്തിലും. ഓക്കെ, എന്തായാലും ഇറാനികൾക്ക് അല്ലെ, ഇറാനിലെ സമാധാന പ്രേമികൾക്ക് നല്ലത് വരട്ടെ എന്നും ലോകത്ത് സമാധാനം പുലരട്ടെ എന്നും നമുക്ക് ആശംസിക്കുകയേ പറ്റൂ.